SSC, RRB, PSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 10-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. സംസ്ഥാനത്തെ ഗുണ്ടകൾ, പിടികിട്ടാപ്പുള്ളികൾ, സാമൂഹിക വിരുദ്ധർ എന്നിവരെ അടിച്ചമർത്താൻ കേരള പോലീസ് ആരംഭിച്ച പ്രത്യേക സുരക്ഷാ ഡ്രൈവ് ഓപ്പറേഷൻ ഗ്രിപ്പ്. പിടികിട്ടാപ്പുള്ളികൾ, കാപ്പ കേസ് പ്രതികൾ, ജാമ്യത്തിലിറങ്ങി വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ, ഒളിവിൽ പോയവർ എന്നിവരെ കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം. സംസ്ഥാന സർക്കാരിന്റെ മികച്ച കൃഷിഭവനുള്ള വി രാഘവൻ അവാർഡ് സ്വന്തമാക്കിയത് ഏത് കൃഷിഭവനാണ്? തിരുവല്ലയിലെ കുറ്റൂർ കൃഷിഭവൻ. കാർഷിക മേഖലയിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ഇന്റർനാഷണൽ സെന്റർ ഫോർ തിയററ്റിക്കൽ ഫിസിക്സ് നൽകുന്ന 2026 അന്താരാഷ്ട്ര ഡിറാക് മെഡൽ ലഭിച്ചത് ദീപക് ദർ. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് മേഖലയിലെ അദ്ദേഹത്തിന്റെ മികച്ച സംഭാവനകളെ മാനിച്ചാണ് ഇറ്റലിയിലെ ഇന്റർനാഷണൽ സെന്റർ ഫോർ തിയററ്റിക്കൽ ഫിസിക്സ് ഈ പുരസ്കാരം പ്രഖ്യാപിച്ചത്. റാൻഡ്സ്റ്റാഡ് എംപ്ലോയർ ബ്രാൻഡ് റിസർച്ച് 2026 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ആകർഷകമായ തൊഴിൽ ദാതാവായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്പനി ഗൂഗിൾ. പ്രമുഖ ടാലന്റ് കമ്പനിയായ റാൻഡ്സ്റ്റാഡ് ഇന്ത്യ പുറത്തിറക്കിയ 2026 പഠനമനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും ആകർഷകമായ തൊഴിൽ ദാതാവായി ഗൂഗിൾ ഒന്നാമതെത്തി. ടാറ്റ ഗ്രൂപ്പ് 2-ാം സ്ഥാനത്തും ആമസോൺ 3-ാം സ്ഥാനത്തുമാണ്. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഉമ്മൻചാണ്ടി കാർഷിക പുരസ്കാരം ലഭിച്ചത് പത്മശ്രീ ചെറുവയൽ രാമൻ. 5 ലക്ഷം രൂപയും സർട്ടിഫിക്കറ്റും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇക്കൊല്ലം പുതുതായി ഏർപ്പെടുത്തിയതാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള അംഗീകാരം. ലോക അണ്ടർ 20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ വെള്ളി നേടിയ ഇന്ത്യൻ താരം ആശിഷ് യാദവ്. നീരജ് ചോപ്രയ്ക്ക് ശേഷം ആശിഷ് യാദവ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ മെഡൽ നേടുന്ന 2ാമത്തെ ഇന്ത്യൻ താരമാണ്. US-ൽ സമീപകാലത്ത് ഏതു ഭക്ഷ്യവസ്തുവിൽ നിന്നാണ് സാൽമോണെല്ല ബാക്ടീരിയ വ്യാപനം ഉണ്ടായത്? മെക്സിക്കൻ ഹാലപ്പിനോ മുളക്. 27 സംസ്ഥാനങ്ങളിലായി 345 പേർക്ക് ഇതിലൂടെ രോഗബാധ കണ്ടെത്തുകയുണ്ടായി. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ മാവിലൻ, മലവേട്ടുവൻ എന്നീ ആദിവാസി ഗോത്രവിഭാഗങ്ങളുടെ വാക്കുകൾ ഉൾപ്പെടുത്തി മലയാള ഭാഷാ നിഘണ്ടു പ്രസിദ്ധീകരിക്കുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് ഹിന്ദി വിഭാഗം അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ VTV മോഹനനും ഗോത്രജനതയുടെ എഴുത്തുകാരനായ OK പ്രഭാകരൻ വട്ടം തട്ടയുമാണ് നിഘണ്ടു തയ്യാറാക്കുന്നത്. അണ്ടർ 20 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ വെള്ളി നേടിയത് ബസന്ത് കുമാർ മേഘ്വാൾ. ലോങ് ജമ്പിൽ വെങ്കലം നേടിയത് ഷാനവാസ് ഖാൻ. 2026 ഓഗസ്റ്റ് 5 മുതൽ 7 വരെ നടന്ന 13ാമത് ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച ഇന്ത്യൻ നഗരം ഭുവനേശ്വർ. പ്രമേയം പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മിതി. ബിൽഡിംഗ് ഫോർ റെസിലയൻസ്, ഇന്നൊവേഷൻ, കോഓപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സിനായി ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.